ഹേ ഗൈസ്, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ബീറ്റ് ആൻഡ് ബൈ. ഇന്ന് വൈകിട്ട് ചുമ്മാ ഇരുന്നപ്പോൾ നട്ടു വെച്ച പച്ചക്കറിയൊക്കെ എന്തായെന്ന് നോക്കാൻ പോയി. ഇതിൽ കൂടുതൽ പച്ചക്കറിയും അമ്മയുടെ തന്നെ കേട്ടോ. ആദ്യം കോവയ്ക്ക പറിക്കാനായിട്ട് പാത്രമായിട്ട് ഇറങ്ങി. കോവയ്ക്ക ഇഷ്ടം പോലെ കായ്ച്ചു കിടപ്പുണ്ടായിരുന്നു. ഇത് സാധാരണ ഞങ്ങളുടെ നാട്ടിൽ ബ്ലോക്ക് കോവയ്ക്ക എന്നറിയപ്പെടുന്നത്. ഇത് ഒത്തിരി കായ്ക്ക് ഇതിന് നല്ല വലിപ്പം ഉണ്ടാവും, പക്ഷെ നമ്മുടെ സാധാരണ കോവയ്ക്കയുടെ ടേസ്റ്റ് ഉണ്ടാവും. അടുത്തത് പയറാണ്. ഇത് അച്ചിങ്ങാപ്പയറിനും വള്ളിപ്പയറിനും പച്ചപ്പയറിനും ഒക്കെ അറിയപ്പെടും, പക്ഷെ ഞങ്ങളുടെ ഇവിടെ വള്ളിപ്പയറിനാണ് പറയുന്നത്. അങ്ങനെ കൊണ്ടുപോയ പാത്രം നിറയെ കോവയ്ക്കും പയറും. അങ്ങനെ ചുമ്മാ തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് കിളികളുടെ കണ്ണി പെടാതിരിക്കുന്ന ഒരു കപ്പളങ്ങപ്പഴം കണ്ടു. പിന്നെ അതും അങ്ങ് കൈക്കലാക്കി. അടുത്ത തന്നെ കിളുത്ത് കയറിയിട്ട് കാട്ടുപാവലിൻ്റെ അടുത്താണ് പോയത്. അധികം ഒന്നും നന്നായിട്ട് കിട്ടിയില്ലെങ്കിലും ഒന്ന് രണ്ടൊക്കെ കറി വെക്കാനുള്ള കിട്ടും. വെയിലായതുകൊണ്ട് വെച്ച് പിടിപ്പിച്ച പേൾഗ്രാസിനൊക്കെ നമ്മൾ ഇന്നും ഇങ്ങനെ നിറച്ചു കൊടുക്കും കേട്ടോ. ഇത് പിന്നെ കടയിലൊക്കെ ഇഷ്ടം പോലെ കിട്ടാറുള്ള സാധാ ബീൻസ് ആണ്. അധികം പരിചരണമോ വെള്ളമോ വളവോ ഒന്നും കൊടുത്തില്ലെങ്കിലും ആദ്യമായിട്ട് കഴിച്ചപ്പോൾ ഒരു കറിക്കുള്ളത് നന്നായിട്ട് കിട്ടി. തക്കാളി ഇവിടെയൊക്കെ ഇഷ്ടം പോലെ കഴിക്കും കേട്ടോ. ഇതിനും അധികം പരിചരണത്തിന്റെ ആവശ്യമില്ല. ഇത് ആദ്യം കണ്ട തക്കാളിനേക്കാളും ഇച്ചിരി കുഞ്ഞിനാണെങ്കിലും പുളിയുടെ കാര്യത്തിൽ മുന്നിലാട്ടോ. മീൻകറിക്കൊക്കെ ഇടാൻ നമ്മളിത് ഉപയോഗിക്കും. ഉണക്കമീനിലാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് ഇച്ചിരി നീളം വഴുതനയും കൂടെ പറിക്കാനുണ്ടായിരുന്നു. അത് നന്നായിട്ട് കഴിക്കും, പക്ഷെ രാത്രിയിൽ ഇവിടെ ഒച്ചിൻ്റെ ശല്യം കൂടുതലായതുകൊണ്ട് ഇതിൻ്റെ ഇലയും പൂക്കളും ഒക്കെ ഒച്ച തിന്നു കയറും. എങ്കിലും നമുക്ക് 3-4 കിട്ടിയിട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ വിളവെടുപ്പ്? മറ്റു വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.